മലപ്പുറം രണ്ടത്താണിയിൽ ദേശീയപാത 6 പാതയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. സമീർ, ആ വാഹനം തെന്നി നീങ്ങുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എങ്ങനെയാണ് അപകടമുണ്ടായത് സമീർ? ഉന്മേഷ്, ദേശീയപാത 6 പാതയിൽ ഇന്ന് ഉച്ചയോട് കൂടിയാണ് മലപ്പുറം രണ്ടത്താണിയിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. ഈ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ്. യാത്രക്കാർക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല. ഇവർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡിലാണ് അപകടം സംഭവിച്ചത്. ഇവിടെ മഴയും വെള്ളം എല്ലാം തന്നെ റോഡിലുണ്ടായിരുന്നു. ആ സമയത്ത് നിയന്ത്രണം വിട്ട കാർ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളും അതുപോലെ തന്നെ CCTV ദൃശ്യവും വ്യക്തമാക്കുന്നത്. ഇന്നലെയും ഈ സ്ഥലത്ത് അപകടം സംഭവിച്ചിരുന്നു. ഇന്നലെ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് ആണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ടത്താണിയിലെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരം ഒരു അപകട കേന്ദ്രമായി മാറുകയാണ്. ശക്തമായ മഴയും എല്ലാം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് അപകടം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം, ഈ സർവീസ് റോഡിൽ നിന്നും അല്പം ഉയരത്തിലാണ് പ്രധാന റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപകടം സംഭവിക്കുന്ന സമയത്ത് നാട്ടുകാർക്ക് ഈ പ്രധാന റോഡിലേക്ക് ഓടിയെത്താൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം പ്രധാന റോഡിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഒരല്പം ദൂരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അതുവഴി ഏറെ നേരം ചുറ്റിത്തിരിഞ്ഞ് വേണം ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി നാട്ടുകാർക്ക് എത്താൻ. അങ്ങനെ ഒരു പ്രയാസവും ഉള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉന്മേഷ്, ശരി. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.